ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടൈം മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വെക്കേഷൻ ടൈമാണ്, മക്കളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ടൈം നമുക്ക് കുട്ടികളോടൊത്ത് സ്പെൻഡ് ചെയ്യാൻ വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ടൈം മാനേജ്മെന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികളോടൊത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക കേട്ടോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുക. 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 8 മണിക്കുള്ളിൽ നമുക്ക് കുക്കിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. പിന്നെ ഒരു 8 മണി തൊട്ട് 10:30 വരെ വീട്ടിലെ ക്ലീനിങ് വർക്കുകൾ ചെയ്ത് തീർക്കുക. പിന്നെ 10:30 കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആവും. അപ്പോൾ 10:30 ആവുന്ന സമയത്ത് നമുക്കിനി വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ പോകാം. നമ്മളെപ്പോഴും ഇപ്പൊ സമ്മർ സീസൺ ആണ്, വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ 10:30 ആകുമ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു 2 ആഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസോ അതുപോലെ പലചരക്ക് ഐറ്റംസ് ഒക്കെ വാങ്ങി വെക്കുക. വെജിറ്റബിൾസ് ഒരു മാസത്തേക്കുള്ള ഒരിക്കലും വാങ്ങരുത്, കാരണം അത് കേടായി പോകും. അപ്പോൾ ഒരു 2 വീക്സിലേക്കുള്ളതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ നീറ്റായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ 1 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ 1 മണി തൊട്ട് 2 മണി വരെയൊക്കെ ലഞ്ച് കഴിക്കുക. ലഞ്ചൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം 2 മണി തൊട്ട് 4 മണി വരെ ഒരു റെസ്റ്റ് എടുക്കാനുള്ള ടൈമാണ്. നല്ല ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക 2 മണി തൊട്ട് 4 മണി വരെ. അത് കഴിഞ്ഞാൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുക. ഇപ്പോൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ മടിയുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ അത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ദോശയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ദോശമാവെടുത്ത് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്ക് അവർക്ക് ചൂടോടുകൂടി ചുട്ടു കൊടുക്കാം. രാവിലത്തെ സാമ്പാറോ എന്തെങ്കിലുമൊക്കെ ചൂടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ 4:45 ആകുമ്പോൾ വെയിലൊക്കെ കുറഞ്ഞ് ആ സമയം ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ കുട്ടികളോടൊപ്പം കുറച്ച് സമയം കളിക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ കുട്ടികളോടൊത്ത് എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നോ അത്രയും നമ്മൾ യങ്ങായി മാറുന്നു. അപ്പോൾ അത് നമ്മൾ കുട്ടികളോടൊപ്പം കളിക്കുന്നത് കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ അഡിക്ഷനും അതുപോലെ തന്നെ കുട്ടികളിൽ കൂടുതലും ടിവിയുടെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ മുന്നിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമും ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മുടെ പണ്ടത്തെ 90s കിഡ്സിന്റെ ഗെയിംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്താൽ അവർക്കും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരും നമ്മോടൊപ്പം കളിക്കും. അപ്പോൾ അങ്ങനെ പഴയ ഗെയിംസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഒരു 6 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ 6 മണിയൊക്കെ ആയി കഴിയുമ്പോൾ ഗെയിമൊക്കെ നിർത്തിയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരിക. പിന്നെ പുറത്ത് കളിക്കാൻ പോകണ്ട. പിന്നെ ഇൻഡോർ ഗെയിം എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈവനിങ് ടൈമിന് ഫ്രഷ് ആകുന്ന സമയത്തൊക്കെ കുളിച്ച് ഫ്രഷ് ആകുന്ന സമയത്ത് കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഓയിലോ കാര്യങ്ങളോ ഒന്നും മുടിയിൽ വെക്കില്ല. അപ്പോൾ വെക്കേഷൻ ടൈമിന് മാക്സിമം അവർക്ക് നല്ല രീതിയിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ മുടിക്ക് നല്ലതാണ്. പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ച് സമയം വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ കുളിച്ച് ഫ്രഷ് ആയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഡോർ ഗെയിംസ്, ഇപ്പോൾ ചെസ് ആകാം, ക്യാരംസ് ആവാം, അല്ലെങ്കിൽ പണ്ടത്തെ ചീട്ടുകളിയില്ലേ, അത് യഥാർത്ഥ ചീട്ടുകളിയല്ല കേട്ടോ, അല്ലാതെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഒക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ വീട്ടിൽ എല്ലാവരും കൂടി അവരോടൊപ്പം ഇരുന്ന് കുറച്ച് സമയമൊക്കെ കളിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും കിച്ചണിൽ വന്നിട്ട് നമ്മൾ എന്താണോ ഫുഡിനുള്ള ഈവനിങ് രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ ഒന്ന് തയ്യാറാക്കുക. ചിലപ്പോൾ രാവിലത്തെ ചോറോ ഒക്കെ ചൂടാക്കിയാൽ മതിയാവും. കറികളൊക്കെ ചൂടാക്കി വെക്കുക. ഇനി ചപ്പാത്തി വേണ്ടവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം തുണിയൊക്കെ മടക്കാനുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് അവരവരുടെ ഡ്രസ്സ് സ്വന്തമായിട്ട് മടക്കിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ബാക്കി അവർ മടക്കി വെക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ശീലം അവരിൽ ഡെവലപ്പ് ചെയ്തോട്ടെ. പിന്നെ അത് കഴിഞ്ഞ് 7:15 ശേഷം നേരത്തെ ഞാൻ പറഞ്ഞു ഫോണൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു, എന്നാലും നമ്മൾ ഒട്ടും ഫോണൊക്കെ കൊടുക്കാതിരുന്നാൽ കുട്ടികൾ അത് കിട്ടുന്നിടത്തേക്ക് അന്വേഷിച്ച് പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു 7:15 തൊട്ട് കുറച്ച് സമയമൊക്കെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാം. ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ കഴിവതും ഓഫ്ലൈൻ ഗെയിമൊക്കെ കളിക്കാനായിട്ട് കൊടുക്കാവുള്ളൂ. പിന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കുറച്ചൊക്കെ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. കുറച്ച് സമയം അവർക്ക് ഫോൺ കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പ്രാർത്ഥിക്കുക. 8:30 ആകുമ്പം വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക. കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം TV ഒക്കെ കാണുക.
പിന്നെ ടി വി കാണുന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ് ആയിട്ടുള്ള ഇടിയും അടിയും മഴക്കും ഒക്കെ ഉള്ള സിനിമകൾ കാണാതെ കുറച്ച് മൈൻഡ് റിലാക്സിംഗ് ആയിട്ടുള്ള തമാശകളൊക്കെയുള്ള പഴയ സിനിമകളൊക്കെ ഇല്ലേ, അതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഒരു 8:30 ആകുമ്പോൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്യുക. പാത്രം ക്ലീൻ ചെയ്യുന്ന സമയത്തും കുട്ടികളെ കൂടി ഹെൽപ്പിന് വിളിക്കുക. അവർ കഴിച്ച പാത്രം അവരെ കൊണ്ട് തന്നെ കഴുകിച്ചൊക്കെ വെക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചാൽ മതി. എന്നാലും അവരെ അത് ചെയ്ത് ശീലിപ്പിക്കുക. അതിനുശേഷം സിങ്കും സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ വന്ന് കുറച്ച് സമയമൊക്കെ ടി വി കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പിറ്റേ ദിവസത്തേക്കുള്ള മീൽസ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കാം. എന്തൊക്കെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, എന്താണ് ഉച്ചയ്ക്ക് എന്തൊക്കെ കറികൾ വെക്കണം എന്നൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം. പിന്നെ പറയാനുള്ളത് ബെഡ്ഷീറ്റൊക്കെ കുട്ടികളോട് തന്നെ വിരിക്കാൻ പറയുക. അതിനുശേഷം പിറ്റേ ദിവസത്തേക്കുള്ള മീൽസ് ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് പിറ്റേ ദിവസം ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കി വെക്കുക. പിന്നെ പ്രാർത്ഥിക്കുക. പിന്നെ പ്രധാനപ്പെട്ടത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുറച്ച് സമയം അന്നത്തെ വിശേഷങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് കുറച്ചുകൂടി പോസിറ്റീവ് എനർജി തരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ടൈം മാനേജ് ചെയ്യാറുള്ളത്. നിങ്ങൾ എന്നെക്കാളും നന്നായിട്ട് ടൈം മാനേജ് ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.